പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനികാക്രമണത്തിന് ഇന്ന് 1 വർഷം. 2025 മെയ് 7 മുതൽ 9 വരെയാണ് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര താവളങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറിയത്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ നടത്തിയത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളിൽപ്പെട്ട 100-ൽ പരം ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം ഇല്ലാതാക്കിയത്. പാകിസ്ഥാന്റെ തിരിച്ചടിക്ക് മറുപടിയായി അവരുടെ വ്യോമതാവളങ്ങളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യ തകർത്തു. സായുധ സേനകൾ തമ്മിലെ ഒത്തൊരുമയ്ക്കുള്ള ഏറ്റവും മികച്ച ഉദാഹരണമായി ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകുകയും പാകിസ്ഥാൻ സൈന്യത്തിന് അവരുടെ സ്ഥാനം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്ഥാനം എന്തായിരുന്നു? ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, കൃത്യതയുള്ള ഗ്ലൈഡ് ബോംബുകൾ എന്നിവയാൽ തകർന്നു വീണ അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം, കത്തിനശിച്ച എയർ ഫ്രെയിമുകൾ, മേൽക്കൂരകളിൽ വലിയ ദ്വാരങ്ങളുള്ള കോൺക്രീറ്റ് ഹാങ്ങറുകൾ, നൂതന വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയുടെ തകർന്ന ലോഹക്കഷ്ണങ്ങൾ. ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഭീകരതയെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിലെ പല സ്ഥലങ്ങളിലും രാത്രി ആകാശത്ത് വലിയ തീഗോളങ്ങൾ പ്രകാശിക്കുന്നത് ലോകം കണ്ടു. കിലോമീറ്ററുകൾ അകലെ നിന്നും കാണാവുന്ന വലിയ സ്ഫോടനങ്ങൾ ഉച്ചത്തിലും ശക്തമായും സന്ദേശം നൽകി. വ്യാഴാഴ്ച പുലർച്ചെ 1:05 ഓപ്പറേഷൻ സിന്ദൂറിലെ ചില നിമിഷങ്ങളുടെ അവിശ്വസനീയമാം വിധം മൂർച്ചയുള്ള ദൃശ്യങ്ങളടങ്ങിയ ഒരു വീഡിയോ എക്സിലെ ഒരു പോസ്റ്റിൽ IAF പങ്കിട്ടു. കഴിഞ്ഞ വർഷം മെയ് 7-ന് പുലർച്ചെ 1:05 തന്നെയാണ് പാകിസ്ഥാനിലെ ആദ്യത്തെ സൈനിക ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇന്ത്യ എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയുകയും ട്രാക്ക് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നും ഇന്ത്യൻ വ്യോമസേന ഇന്ന് രാവിലെ പങ്കിട്ട വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. തീവ്രവാദികൾ എവിടെ ഒളിച്ചാലും അവർക്ക് ഒരിക്കലും സുരക്ഷിതരായിരിക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന ചില വരികൾ കൂടി കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ നീതി നടപ്പാക്കി. പ്രവർത്തനത്തിൽ കൃത്യം, ഓർമ്മയിൽ ശാശ്വതമായി ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു. ഇന്ത്യ ഒന്നും മറക്കില്ല, ഇന്ത്യ ഒന്നും ക്ഷമിക്കില്ല. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് നിരന്തരമായ പിന്തുണ നൽകിയതിന് പാകിസ്ഥാനെ ശിക്ഷിക്കുന്നതിനായി അരനൂറ്റാണ്ടിനിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഏറ്റവും വിപുലമായ മൾട്ടി ഡൊമെയിൻ പോരാട്ട ദൗത്യമായി കണക്കാക്കപ്പെടുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സമഗ്ര സുരക്ഷയെയും തന്ത്രപരമായ ലക്ഷ്യങ്ങളെയും പുനർനിർവചിച്ചു. ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം, മുരുത്കയിലെ ലഷ്കർ-ഇ തൊയ്ബയുടെ താവളം, സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ സവായിനാല, മുസാഫറാബാദിലെ സയ്യിദ്ന ബിലാൽ എന്നിവിടങ്ങളിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ, കോട്ലിയിലെ ഗുൽപൂർ, അബ്ബാസ് ബിംബറിലെ ബർനാല, സർജൽ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണങ്ങൾ. വ്യോമസേനയുടെ ആക്രമണങ്ങളുടെ ആഘാതം വ്യക്തമായിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 9-ന് ഉച്ച കഴിഞ്ഞ് മതിയായിരുന്നെങ്കിലും പാകിസ്ഥാനികൾ വെടിനിർത്തൽ മേശയിലേക്ക് എത്തി. യഥാർത്ഥ പോരാട്ടം ഏകദേശം 2 ദിവസത്തിനു ശേഷം അവസാനിച്ചെങ്കിലും ചുവരിലെ എഴുത്ത് ഇന്ത്യൻ ആക്രമണങ്ങളുടെ ആഘാതം അനിശ്ചിതമായി പാകിസ്ഥാന് താങ്ങാനാവില്ല എന്നാണ്. പാകിസ്ഥാന്റെ ആണവ ഭീഷണികൾ ഇന്ത്യയെ പിന്തിരിപ്പിച്ചില്ല. നേരെ മറിച്ച് ഇന്ത്യയുടെ പരമ്പരാഗത മേധാവിത്വം പാകിസ്ഥാനെ വെടിനിർത്തൽ തേടാൻ നിർബന്ധിതരാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.